അവതാരികയും മുൻ ബിഗ് ബോസ് താരവുമായ മസ്താനി തൻ്റെ വ്യക്തിപരമായ ഒരു ആഗ്രഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. താൻ വിവാഹിതയാകുന്നതിന് മുമ്പ് അമ്മ ഒരു പുതിയ ജീവിതം കണ്ടെത്തുകയും നല്ലൊരു പങ്കാളിയെ ലഭിക്കുകയും ചെയ്യുന്നത് കാണണമെന്ന് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നാണ് മസ്താനി പറയുന്നത്. താൻ അവതാരികയായ വെറൈറ്റി മീഡിയ എന്ന യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിനിടയിലാണ് മസ്താനി ഹൃദയം തുറക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഉപ്പ മരിച്ചതിനെ തുടർന്ന് സിംഗിൾ മദറായാണ് അമ്മ തന്നെയും അനുജത്തിയെയും വളർത്തിയതെന്ന് മസ്താനി വ്യക്തമാക്കി. അമ്മ വീണ്ടും വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം താൻ പലതവണ പങ്കുവച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. തുടക്കത്തിൽ 2 പെൺകുട്ടികളായതുകൊണ്ട് കാരണം തന്നെ അമ്മയ്ക്ക് ഭയമുണ്ടായിരുന്നു. രണ്ടാമതൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ വരുന്നയാൾ എങ്ങനെയായിരിക്കും, എങ്ങനെ പെരുമാറും എന്ന ആശങ്കയായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ താനും അനുജത്തിയും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായെന്നും എന്നിട്ട് അമ്മയെ എന്തോ ഒന്ന് പിന്നോട്ട് വലിക്കുകയാണെന്നും മസ്താനി സൂചിപ്പിച്ചു. സിംഗിൾ പാരന്റായിരുന്നവർ വീണ്ടും വിവാഹിതരാകുന്നതിൻ്റെ വീഡിയോകൾ കാണിച്ച് താൻ അമ്മയെ പ്രചോദിപ്പിക്കാറുണ്ട് എന്നും മസ്താനി പറയുന്നു. മക്കൾ ഒരു സമയം കഴിയുമ്പോൾ പഠനത്തിനും ജോലിക്കുമെല്ലാമായി മറ്റ് സ്ഥലങ്ങളിൽ പോയേക്കാം. ചിലർ കല്യാണം കഴിച്ചു പോകും. ആ സമയത്ത് അച്ഛനാണോ അമ്മയാണോ ആരാണോ സിംഗിൾ പാരന്റായുള്ളത് ആ വ്യക്തി വീട്ടിൽ ഒറ്റപ്പെടും. ആ സമയത്ത് അവർക്കൊരു കൂട്ട് വേണം. എത്ര കാലമെന്ന് വെച്ചാണ് മക്കളെ ആശ്രയിച്ച് ജീവിക്കുക? എന്തൊക്കെ മക്കളോട് അവർക്ക് പറയാൻ പറ്റും? ഒരു ലിമിറ്റുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തമെന്ന് പറയുന്നൊരാൾ എല്ലാ ആൾക്കാർക്കും വേണമെന്നാണ് മസ്താനി പറഞ്ഞത്. അതിന് പ്രായം ഒരു പ്രശ്നവും വിഷയവുമല്ല. ഇന്ന പ്രായത്തിലേ സ്നേഹിക്കാൻ പാടുള്ളൂ. ഇത്ര പ്രായത്തിനു ശേഷം ഒരാൾക്ക് പ്രണയം തോന്നാൻ പാടില്ല, വിവാഹം കഴിക്കാൻ തോന്നാൻ പാടില്ല, പഠിക്കാൻ പാടില്ല എന്നിങ്ങനെ കുറേ കാര്യങ്ങൾക്ക് സമയം നിശ്ചയിച്ചിട്ടുണ്ട് സമൂഹം. ഇതൊക്കെ ആരാണ് നിശ്ചയിക്കുന്നതെന്ന് ചില സമയത്ത് ആലോചിച്ചു പോകും. 30 വയസ്സ് കഴിഞ്ഞാൽ വിവാഹം നടക്കില്ല, വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള തരത്തിലുള്ള ഒക്കെ കേട്ടിട്ടുണ്ട്. പങ്കാളി മരിച്ചാൽ വിധവയായി വെള്ള സാരി ഉടുക്കണം, നടക്കണം, ഹാപ്പിയായിരിക്കാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള ചിന്തയും ഇന്നും സമൂഹത്തിൽ ഉണ്ട്.